പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനെ തുരത്താൻ കുംകിയാനെ ഉപയോഗിച്ചുള്ള ദൗത്യം തുടങ്ങി. ധോണിയിലെ അഗസ്റ്റിൻ എന്ന കുംകിയാനെ ഉപയോഗിച്ചാണ് ദൗത്യം. ശ്രീജിത്ത് ശ്രീകുമാരൻ കഞ്ചിക്കോട്ട് നിന്ന് തത്സമയം. ശ്രീജിത്ത്, ഏത് തരത്തിലേക്കാണ് ദൗത്യം പുരോഗമിക്കുന്നത്? ആദ്യഘട്ടത്തിൽ അനുജ കുംകിയാനയെ ഉപയോഗിക്കുന്നില്ല. കുംകിയാന അഗസ്റ്റിനെ അല്പസമയം മുൻപ് നമുക്ക് തൊട്ടപ്പുറത്തൊരു മേഖലയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ RRT സംഘം കാട്ടാനയെ തുരത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ പടക്കം പൊട്ടിച്ചിട്ടും അതുപോലെ തന്നെ വെടിപൊട്ടിച്ചും ഒക്കെ അപ്പുറത്തെ മേഖലയിലേക്ക്, ആ മേഖല വനാതിർത്തിയാണ്, ആ മേഖലയിലേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഏറെക്കാലമായി ഇത്തരത്തിൽ ദിവസങ്ങളോളമായി, ഏതാണ്ട് ഒരാഴ്ചക്കാലമായി ഈ കാട്ടാന ഈ പ്രദേശത്ത് തുടരുന്നു. ഈ ആന തമിഴ്നാട് മേഖലയിൽ നിന്ന് വന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഊട്ടി പ്രദേശത്ത് നീലഗിരി മേഖലയിൽ നിന്ന് അതിനെ ആട്ടി വിട്ട് അല്ലെങ്കിൽ ഓടിച്ച് കോയമ്പത്തൂർ കടന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് എന്നൊരു വിവരമാണ് വനം വകുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാട്ടിലെ ആനകളുമായി എത്ര പെട്ടെന്ന് ഇണങ്ങാനുള്ളൊരു സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ റെയിലിനപ്പുറം, ഇതിന് തൊട്ടപ്പുറത്ത് റെയിൽവേ മേഖലയാണ്, റെയിൽവേ പാലം അടക്കം, റെയിൽപാളം അടക്കമുള്ള മേഖലയാണ്. ആ മേഖലയിലേക്ക് കടത്തിവിട്ടാൽ അത് ബുദ്ധിമുട്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ കാട് കയറ്റുക എന്നതല്ല മറ്റു മാർഗ്ഗങ്ങളില്ല. നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്ര ദിവസമായി ചേട്ടാ? മാസങ്ങളായി ഇവിടെ തന്നെ മാസങ്ങളായിട്ടുണ്ട്. ഇതുപോലെ GLP സ്കൂളാണ് തൊട്ടപ്പുറം, അതിൻ്റെ മതിൽ പൊളിക്കുക. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ ഒരു സ്വകാര്യ കർഷകൻ്റെ മതിൽ ഷിബു എന്നിവരുടെ, പിന്നെ അതുപോലെ തന്നെ അസിസി ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട്, അവിടെയും നിരന്തരം ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ആശങ്കയാണ്. സാധാരണ ആനയെ പോലെ അല്ലല്ലോ ഇത് നേർക്ക് വരിക. നേർക്ക് വരികയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നു എന്നുള്ളതാണ് ഫോറസ്റ്റുകാരുടെ അനുമാനം. അതാണ് തിരിച്ചു പോകുന്നുമില്ല. ഉൾവലത്തിലേക്ക് സെക്കൻഡ് റെയിൽവേ ട്രാക്ക് ഉണ്ട് അവിടെ, അതിനപ്പുറം കടത്തിവിട്ടാൽ മാത്രമേ ഒരു പരിധിവരെയെങ്കിലും ഇതിനൊരു ശമനം ഉണ്ടാവും. അതൊരു പരിധിവരെ മാത്രമാണെന്നാണ് ചേച്ചിയൊക്കെ പറഞ്ഞ. ചേച്ചിയുടെ വീടിന്റെ പരിസരത്തായിരുന്നു എന്നാണ് പറയുന്നത്. അതെ, പരിസരത്തുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ 3-4 ദിവസമായിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്താണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നാട്ടുകാർ ആശങ്കയിലാണ്. വനപാലക സംഘം ശ്രമിക്കുന്നുണ്ട്. അഗസ്റ്റിൻ എന്ന കുംകിയാന ഒരു മേഖലയിൽ തുടരുന്നുണ്ട്. അതിനെ ആവശ്യമെങ്കിൽ മാത്രം കാട് കയറ്റുക, അല്ലാത്ത പക്ഷം പടക്കം പൊട്ടിച്ച് ആനയെ കാട് കയറ്റുക. ഈ ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയാണ് ഇപ്പോൾ വനം വകുപ്പ് ഉപയോഗിക്കുന്നത്. അനുജ, കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താനാണ് ഇപ്പോൾ ദൗത്യം തുടങ്ങിയിരിക്കുന്നത്. ഇത് ആരംഭഘട്ടത്തിൽ പടക്കം പൊട്ടിച്ചതിനെ തിരികെ കാറ്റിലേക്ക് കയറ്റിവിടുക എന്നുള്ളതാണ്. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അഗസ്റ്റിൻ എന്ന കുംകിയാനെ ഉപയോഗിച്ച് ദൗത്യം തുടരുന്നത്.